അപ്പോൾ ടീനോഫോറയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ടീനോഫോറ ഓൾസോ നോൺ ആസ് സീ വാൽനട്ട്സ്. ഇവരെ എന്തുകൊണ്ടാണ് സീ വാൽനട്ട് എന്ന് വിളിക്കുന്നത്? എക്സ്ക്ലൂസീവ്ലി മറൈൻ, കടലിൽ മാത്രമാണ് ഇവർ കാണുന്നത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സീ എന്ന പദം ചേർക്കുന്നത്. വാൽനട്ട് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഹാർഡ് ആയിട്ടുള്ള ഔട്ടർ കവറിംഗ് ആണ്. ഹാർഡ് ഔട്ടർ കവറിംഗ് ഉള്ളത് കൊണ്ടാണ് അവരെ നമ്മൾ സീ വാൽനട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ പേര് കിട്ടാനുള്ള കാരണം, ടീനോഫോറയ്ക്ക് ടീനോഫോറ എന്ന പേര് കിട്ടുക അല്ലെങ്കിൽ സീ വാൽനട്ട് എന്ന പേര് കിട്ടാനുള്ള കാരണം എക്സ്ക്ലൂസീവ്ലി മറൈൻ ആൻഡ് ഹാർഡ് ഔട്ടർ കവറിംഗ്. ഇനി നമ്മൾ പറയാറുണ്ട്, മറ്റൊരു പേര് കൂടെ വിളിക്കാറുണ്ട്, കോമ്പ് ജെല്ലീസ്. എന്തുകൊണ്ടാണ് ഇവരെ കോമ്പ് ജെല്ലീസ് എന്ന് വിളിക്കുന്നത്? നമ്മൾ ഈ പൂരപ്പറമ്പിലൊക്കെ കിട്ടുന്ന ബോളില്ലേ, പല കളറുള്ള ബോൾ, അതുപോലത്തെ ബോളിൽ പുറത്തേക്ക് ഇങ്ങനെ നാര് പോലെ തൂങ്ങി നിൽക്കുന്ന ജീവിയാണിത്. നാരിങ്ങനെ നമ്മുടെ വട്ടത്തിലൊരു ബോൾ ഉണ്ടെങ്കിൽ ആ ബോളിൽ ഇങ്ങനെ ബോൾ ഉണ്ടാവും അല്ലേ, ആ ബോളിൽ ഇങ്ങനെ പുറത്തേക്ക് നാര് പോലെ കോമ്പ് പ്ലേറ്റ്സ് ഉണ്ടാവും. ഇങ്ങനെ കോമ്പ് പ്ലേറ്റ്സ്, ഒരു സൈഡിലേക്കാണ് നമ്മൾ കോമ്പ് എന്ന് പറയും, രണ്ട് സൈഡിലേക്ക് ആകുമ്പോൾ നമ്മളിതിനെ കോമ്പ് പ്ലേറ്റ് എന്ന് പറയും. ഇങ്ങനെ ശരീരത്തിൽ 8 റോസ് ഓഫ് കോമ്പ് പ്ലേറ്റ്സ് ഉണ്ട്. ബോഡി ഹാസ് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സിലിയേറ്റഡ് കോമ്പ് പ്ലേറ്റ്സ്. അതുകൊണ്ടാണ് അവർക്ക് കോമ്പ് ജെല്ലീസ് എന്ന പേര് കിട്ടിയത്. ഇനി ഇവരുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ടൊക്കെ നമുക്ക് പറയാം, ബയോലൂമിനിസെൻസ്. ദ പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ബയോലൂമിനിസെൻസ്. ജീവനുള്ളവ ലൈറ്റ് എമിറ്റ് ചെയ്യുമെങ്കിൽ അത് ബയോലൂമിനിസെൻസ് ആണ്. അടുത്ത ഫൈലം സിലിൻഡ്രേറ്റ. ഒരുപാട് ഭംഗിയുള്ള ആൾക്കാരുള്ള ഒരു ഫൈലമാണ് സിലിൻഡ്രേറ്റ എന്ന് പറയുന്നത്. ഇതിന്റെ മാത്രം പ്രത്യേകത നമ്മൾ പഠിക്കാൻ പോണേ. ബോഡി കണ്ടെയ്ൻ അല്ലെങ്കിൽ അനിമൽ കണ്ടെയ്ൻ 2 ഫോംസ്, ഹൈഡ്ര പോളിപ്പ് ആൻഡ് മെഡ്യൂസ.